ഈ ഇരിക്കുന്ന രണ്ട് ചെറിയ പൈപ്പ് ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ട് നിറച്ച് വെച്ചതാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ 7 മാസത്തിന് ശേഷം നമ്മളിപ്പോൾ അത് എടുക്കാൻ പോവുകയാണ്. അതിനകത്ത് കമ്പോസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കമ്പോസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള അതിൻ്റെ നിലവാരം എന്ന് നമുക്ക് നോക്കാം. സാധാരണ വസ്തുക്കൾ കുറഞ്ഞ വീടുകൾക്കൊക്കെ വേസ്റ്റ് എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ളതിനൊരു പരിഹാരമാണ് ഈ പൈപ്പ് കമ്പോസ്റ്റ്. നമുക്ക് അത്യാവശ്യം ചെടികൾക്കും ഒക്കെ നമുക്കിത് വളമായിട്ട് ഉപയോഗിക്കാം. ചെടികൾക്ക്, മരങ്ങൾക്ക്. പൈപ്പ് നിറച്ചിട്ടതാണ്. അപ്പോൾ അത് പുഴുക്കളൊക്കെ തിന്നതിന് ശേഷം ആ പുഴുക്കൾ നശിച്ചിട്ട് ഇപ്പം ഒരു ബക്കറ്റിൻ്റെ ശകലം കുറച്ച് ഭാഗമേ ആയിട്ടുള്ളൂ അതിൻ്റെ കമ്പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ നമ്മളന്ന് ഇട്ട കൂട്ടത്തിൽ അതിനകത്ത് പഴുത്ത മാങ്ങ തിന്നിട്ട് അതിന് മാങ്ങാണ്ടിയൊക്കെ ഇട്ടായിരുന്നു. അപ്പം മാങ്ങാണ്ടിയുടെ അകത്തെ പരിപ്പൊക്കെ ഈ പുഴുക്കൾ തിന്നിട്ടുണ്ട്. പക്ഷെ മാങ്ങാണ്ടിയുടെ തോട് അതുപോലെ തന്നെ ഉണങ്ങിക്കിടപ്പുണ്ട്. മാങ്ങാണ്ടിയുടെ തോട് അത് പുഴുക്കൾക്ക് തിന്നാൻ പറ്റാത്തതാണെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ മുട്ടയുടെ തോടൊന്നും ഇതിനകത്ത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. അതൊന്നും പുഴുക്കൾ തിന്നത്തില്ല, ദ്രവിച്ചു പോകുന്ന സാധനമല്ല. അതേപോലെ ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊലി, കട്ടിയുള്ള തൊലി, അപ്പോൾ അത് ഒന്നും ഇതിനകത്ത് ഇടാതിരിക്കുന്നത് നല്ലത്. ഇട്ടാൽ അത് പുഴുക്കൾ തിന്നത്തില്ല, ദ്രവിക്കത്തില്ല, അത് ഉണങ്ങി തന്നെ ഇതിനകത്ത് കിടക്കും. ഇപ്പോൾ ഈ എടുക്കുന്ന സമയത്ത് യാതൊരുവിധ ദുർഗന്ധമോ ഒന്നുമില്ല, ഒരു സ്മെല്ലും അറിയാനില്ല. ഇനി ഇത് നമുക്ക് ചെടിക്കും ഒക്കെ കറിവേപ്പിന് പോയിട്ടുകൊണ്ടിരിക്കുന്നത്, കറിവേപ്പിനോ ചെടികൾക്കോ പിന്നെ നമുക്ക് കായ്ഫലം തരുന്ന മരങ്ങൾക്കോ അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ വെണ്ട കൃഷിയോ വഴുതന കൃഷിയോ അങ്ങനെ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ല വളമാണ്. മുറ്റത്താണെങ്കിലും ഇടാൻ കുഴപ്പമില്ല, സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണെങ്കിലും ഇടാൻ പറ്റും. മാലിന്യം പരമാവധി വലിച്ചെറിയാതെ ഇതേപോലെ നമുക്ക് ഒരു പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റും ഇല്ലാതാകും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്ക് വളവുമാകും. അപ്പോൾ ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. എല്ലാവരും ഇത് ചെയ്യാൻ നോക്കുക.